മരിച്ച വീട്ടിൽ ചെന്നാൽ പെരുമാറുന്നതിന് ചില മാന്യതകളുണ്ട്. ഈ വീഡിയോ മുഴുവൻ കേൾക്കുക. മരിച്ച ആൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃതദേഹ ചിത്രങ്ങൾ പകർത്തുന്നത് വിലക്കാം. അല്ലെങ്കിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ചിത്രം എടുക്കുന്നത് വിലക്കാം. മൃതദേഹങ്ങൾക്കും സ്വകാര്യതയുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആരും തന്റെ മരിച്ചു കിടക്കുന്ന മുഖം കാണരുത് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിയമപ്രകാരം ആർക്കും രേഖപ്പെടുത്തി വെക്കാം. അങ്ങനെയുള്ള മരണങ്ങളും മൃതദേഹം പെട്ടിക്കുള്ളിലോ തുണിക്കുള്ളിലോ മറച്ച ശേഷമായിരിക്കണം പൊതുദർശനം. ഇപ്പോൾ നടൻ സിദ്ദിഖിന്റെ മകൻ സാപ്പിയുടെ മൃതദേഹത്തിന് സമീപം വിവാഹ പാർട്ടി പോലെ വ്ളോഗർമാരും ഓൺലൈൻ ചാനലുകാരും ബഹളം വെച്ചത് വലിയ ചർച്ചയായിരിക്കുമ്പോൾ എങ്ങനെ മരണവീട്ടിൽ പെരുമാറണമെന്നും മരിച്ച ആളുടെ അവകാശങ്ങളും വ്യക്തമാക്കുകയാണ് സുരേഷ് CP. മരിച്ച വ്യക്തിയുടെ വീട്ടുകാർക്ക് മൃതദേഹത്തോടൊപ്പം സ്വകാര്യമായി സമയം ചിലവഴിക്കാൻ നമ്മുടെ നാട്ടിലെ മരണവീട്ടിലെ സന്ദർശകർ ഒരിക്കലും സമ്മതിക്കില്ല. രാത്രിയും പകലും ഒന്നുമില്ലാതെ മരിച്ച ആളുടെ തകർന്നിരിക്കുന്ന വീട്ടുകാരെ, അവരുടെ സ്വകാര്യതയെ എല്ലാം നശിപ്പിക്കും. മരിച്ചത് നേതാവോ സെലിബ്രിറ്റിയോ ആണ് എങ്കിൽ പിന്നെ പറയാനുമില്ല. അവരുടെ വീട്ടുകാർക്കൊന്ന് കണ്ണ് നനയിക്കാൻ പോലും, മരിച്ച ആളോടൊപ്പം ഒരു മിനിറ്റ് തനിച്ചിരിക്കാൻ പോലും നാട്ടുകാർ അനുവദിക്കില്ല. ക്രൂരമായ തിരക്കിൽ വേട്ടയാടും. നാട്ടുകാർക്ക് എന്ത്? മരിച്ചവരെ നഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബത്തിനാണ്. ചലനമറ്റ ആ മൃതദേഹത്തോട് ആ കുടുംബത്തിന് അവസാനമായി പലതും പറയാനും കണ്ണിമച്ചിമാതെ ഒന്ന് നോക്കിയിരിക്കാനും ഒക്കെ എന്തൊരു കൊതിയുണ്ടാകും. മരിച്ച വീട്ടിൽ തകർന്ന് തളർന്നിരിക്കുന്നവരെ മാനസികമായി വേട്ടയാടുന്ന ഒരു വിഭാഗമുണ്ട്. ഇത്തരക്കാർ മരിച്ച വീട്ടിലെത്തും വരെയും കളി, ചിരി, മൃതദേഹത്തെയും വീട്ടുകാരെയും കണ്ടാൽ നെഞ്ചത്തടിയും നിലവിളിയും. മരിച്ച ആളുടെ കുടുംബത്തെ വീണ്ടും വേദന കുത്തി നിറച്ചു വേട്ടയാടുന്ന വിഭാഗം. ഇവിടെ മാന്യമായി പെരുമാറാൻ പോലും അറിയില്ല പലർക്കും. ഇവിടെ സുരേഷ് പറയുന്നത് ഇങ്ങനെ: എങ്ങനെയാണ് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് അവരുടെ മരണശേഷമുള്ള സ്വകാര്യതയെയും ബന്ധുക്കളുടെ സ്വകാര്യതയെയും മാനിക്കുന്നത്? വിദേശത്തൊക്കെ ഇതിന് കൃത്യമായ മാർഗരേഖകളുണ്ട്. എൻ്റെ 2 അനുഭവങ്ങൾ പറയാം. ഏകദേശം 15 വർഷം മുൻപാണ്. ഒരു സഹപ്രവർത്തകന്റെ ഭാര്യ മരണപ്പെടുന്നു. അത്ര അടുപ്പമുള്ള ആളല്ല, എങ്കിലും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ ഡയറക്ടർ പോകുന്നുണ്ട്. കൂടെ ഞാനും ചെല്ലണം എന്ന് ആവശ്യപ്പെട്ടു. എനിക്കാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് പരിചയവുമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡേവിഡ്, എനിക്ക് പരിചയമില്ല ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത്, താങ്കൾ പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, ഒന്നും അറിയാനില്ല സുരേഷ്. പൊതു സന്ദർശന സമയം അറിയണം, നിശബ്ദമായി നിൽക്കണം, ക്യൂ പാലിക്കണം. ബാക്കി ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം. ഞാൻ ചോദിച്ചു, പൊതു സന്ദർശന സമയമോ? അതെന്താണ്? ഞാൻ ഓർത്തു, എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ട വീടുകളിൽ പോകാമെന്ന്. ഡേവിഡ് പറഞ്ഞു, അതായത് മരണ അറിയിപ്പുകൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പറയും പൊതുജനങ്ങൾക്കായുള്ള സമയം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയുടെ സന്ദർശന സമയം വൈകുന്നേരം 6 മുതൽ 10 വരെയാണ്. ബാക്കിയുള്ള സമയം ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമുള്ളതാണ്. ഞാൻ ആലോചിച്ചു, എത്ര നല്ല ആശയമാണ്. ഇനിയും ഒരിക്കലും കാണാത്ത അവസ്ഥയിലേക്ക് പോകും മുൻപേ വേണ്ടപ്പെട്ടവരുടെ കൂടെ വളരെ സ്വകാര്യമായി സമയം ചിലവഴിക്കുക. നമ്മുടെ ദുഃഖം മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തേണ്ട കാര്യവും വരുന്നില്ല. അങ്ങനെ 6 മണിയോടെ ഞാനും ഡേവിഡും അവിടെ ക്യൂ നിന്നു. ഏകദേശം 200ഓളം പേരോളം ഉണ്ട്. ആരും സംസാരിക്കുന്നില്ല. ആരുടെയും കയ്യിൽ മൊബൈലില്ല. വളരെ അച്ചടക്കത്തോടെ ഓരോ ആൾക്കാരെ ശവപ്പെട്ടിയുടെ ചുറ്റും നീങ്ങുന്നു. 10 നിമിഷത്തോളം അവിടെ നിൽക്കുന്നു. ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചിലർ മാത്രം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, മുൻപോട്ട് നീങ്ങുന്നു. ഇതൊരു ക്ലോസ്ഡ് കാസ്കറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ശവശരീരം കാണുന്നില്ല. ചില അവസരങ്ങളിൽ മരണപ്പെട്ട വ്യക്തിയുടെയോ കുടുംബങ്ങളുടെയോ തീരുമാനമായിരിക്കും ഇത്. വേറൊരു അവസരത്തിൽ പങ്കെടുത്ത ഫ്യൂണറലിൽ ഓപ്പൺ കാസ്കറ്റ് ആയിരുന്നു. അവിടെ നമുക്ക് ആളെ കാണാൻ പറ്റും. പുറത്തിറങ്ങി അവിടെ ഒരുക്കിയിരുന്ന ചായയും ബിസ്ക്കറ്റും കഴിച്ചാണ് തിരികെ പോകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങളോളം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അച്ചടക്കമാണിത്. ഇതുപോലെയുള്ള അവസ്ഥ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ ചിലപ്പോൾ 50ഓ 100ഓ വർഷങ്ങൾ ഇനിയും എടുക്കും. എങ്കിൽ പോലും മരണപ്പെട്ട ആളിനെയും ബന്ധുക്കളുടെയും സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ട ചില മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫി, വീഡിയോ എന്നിവ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് മരണപ്പെട്ട വീടുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതാം. മൊബൈൽ ഫോൺ ഒരു കാരണവശാലും സന്ദർശന സമയത്ത് ഉപയോഗിക്കാൻ അനുവദിച്ചുകൂടാ. മരിച്ച ആളിന്റെ ചിത്രം, വിവരങ്ങൾ തുടങ്ങിയവ ഒരു കാരണവശാലും സമൂഹ മാധ്യമങ്ങളിൽ ബന്ധുക്കളുടെ അനുവാദം കൂടാതെ ഇടാൻ അനുവദിക്കരുത്. സന്ദർശന സമയം കൃത്യമായി പൊതുജനങ്ങളെ അറിയിക്കുക. ഉദാഹരണത്തിന്, പൊതുസന്ദർശനം രാവിലെ 10 മുതൽ 12 മണി വരെ മാത്രം, ബാക്കിയുള്ള സമയം കുടുംബങ്ങൾക്ക് മാത്രമായുള്ളതാണ്. ദയവായി സ്വകാര്യത മാനിക്കുക എന്ന അറിയിപ്പ് കൊടുക്കാം. ക്യൂ പാലിച്ചേ മൃതദേഹം കാണാൻ അനുവദിക്കാവൂ. മൃതദേഹത്തിന്റെ അടുത്ത് 1 മിനിറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കരുത് എന്ന മാർഗനിർദ്ദേശവും കൊടുക്കാം. 1ഓ 2ഓ വോളണ്ടിയർമാർ ഇതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനായി നിർത്താം. സ്വകാര്യത എന്നാൽ ആഡംബരമല്ല, മറിച്ച് ഓരോ പൗരന്റെ അവകാശമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്താം. മരണവീട്ടിൽ മൗനമാണ് കൂടുതൽ ഉചിതം. ആവശ്യമെങ്കിൽ മാത്രം മരിച്ച ആളിന്റെ ബന്ധുക്കളുമായി അവർക്ക് ആശ്വാസകരമായ ചുരുക്കം വാക്കുകൾ ഉപയോഗിക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ പങ്കെടുത്ത ഫ്യൂണറൽ ചടങ്ങുകളിൽ കണ്ടിട്ടുള്ളത് വളരെ അടുപ്പമുള്ളവർ, ഐ എം സോറി ഫോർ യുവർ ലോസ്, നിങ്ങളുടെ വലിയ നഷ്ടത്തിൽ എനിക്കും വേദനയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്ന് പറയുന്നതാണ്. അധികം അടുപ്പമില്ലെങ്കിൽ മൗനമായി കുറച്ച് നിമിഷം നിന്നിട്ട് മാന്യമായി തിരികെ പോരാം.
ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതുമായ ഒരു കാര്യം പറയാം. മരിച്ചു കിടക്കുന്ന ആളിൻ്റെ സ്വകാര്യത. പ്രതീക്ഷിച്ചുള്ള മരണമാണെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് ബോഡി പ്രദർശിപ്പിക്കേണ്ടത് എന്ന്. അത് കൃത്യമായി പാലിക്കുക. ചിലർക്ക് മരണശേഷം തൻ്റെ ബോഡി പ്രദർശിപ്പിക്കാൻ താല്പര്യം കാണില്ല. അങ്ങനെയുള്ളപ്പോൾ ക്ലോസ്ഡ് കാസ്കറ്റ് എന്ന ആശയം നടപ്പാക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു രീതിയാണ്. തുറന്നു കാണുന്നത് വളരെ അടുപ്പമുള്ള ബന്ധുക്കൾക്ക് മാത്രമായി ചുരുക്കാം. ജീവിതത്തിൽ എത്രയെത്ര മരണവീടുകൾ നാം കയറി ഇറങ്ങിയിരിക്കുന്നു. ചില മരണങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ചില മരണവീടുകൾ നമ്മുടെ മരണത്തെയും ഓർമ്മിപ്പിക്കുന്നു. മരണം ജീവിതം നൽകുന്ന അവസാനത്തെ സമ്മാനമാണ്. നാം മരണത്തെ സ്വന്തമാക്കി എന്ന് കരുതി നമ്മുടെ ശത്രുക്കളെ പോലും അസൂയപ്പെടുത്താത്ത നിധിയാണ് മരണം. മറുപടിയില്ലാത്ത ചോദ്യമാണ് മരണം. പരാജയപ്പെടുത്താനാവാത്ത ശത്രുവാണ് മരണം. മനുഷ്യൻ്റെ എല്ലാ അഹംഭാവത്തെയും ചിതറിപ്പിക്കുന്ന മരുന്നാണ് മരണം. നമ്മുടെ കൂടെ നടന്നവരും നമ്മുടെ കൂട് വിട്ട് നടന്നവരും നമ്മുടെ മരണത്തിൽ നമ്മെ കാണാൻ ഒന്നിച്ചു വരുന്ന വേദനയാണ് മരണം. തികഞ്ഞ അച്ചടക്കവും മര്യാദകളും പ്രകടിപ്പിക്കേണ്ട ഒരിടമാണ് മരണവീട്. അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെ ആ വീട്ടിലെ ഓരോ അംഗങ്ങളോടും മരിച്ചുപോയ ആൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടം അനുഭവിച്ചു തന്നെ അറിയണം. ഓരോ മരണവും എത്രയോ അനാഥരെയാണ് സൃഷ്ടിക്കുന്നത്. കാഴ്ചക്കാരായി കയറി ചെല്ലുന്നവർ വീട്ടിലെ അംഗങ്ങളുടെ മാനസികാവസ്ഥ അറിഞ്ഞു പെരുമാറിയേ പറ്റൂ. ഔചിത്യബോധമില്ലാതെ നമുക്ക് പരദൂഷണങ്ങളും തമാശകളും കെട്ടഴിക്കാനുള്ളവയല്ല മരണവീടുകൾ. പെരുമാറ്റത്തിൽ തികഞ്ഞ സൂക്ഷ്മത പുലർത്താം. വളരെ കാലം കൂടി മരണവീടുകളിൽ വെച്ച് കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഉള്ള സ്നേഹം ഹസ്തദാനത്തിലൂടെയോ ചേർത്ത് നിർത്തലിലൂടെയോ പങ്കുവയ്ക്കാം. ചിരിയും തമാശകളും സെൽഫി എടുക്കലും സന്തോഷകരമായ മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കാം. മരണവീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരെയായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പരിപാടി അതങ്ങ് നിർത്താം. അതായത് മകന് സങ്കടമില്ല, മകൾക്കറിയുന്നില്ല, ഭാര്യ നെഞ്ചത്തടിച്ചില്ല, ഇങ്ങനെയുള്ള കീറി മുറിക്കലുകൾ ഒഴിവാക്കാം. നിറപ്പകിട്ടും ആർഭാടങ്ങളും ഒഴിവാക്കാം. മതകാല ദേശീയ ഭാഷാന്തരം എന്നീ മരണത്തിൻ്റെ നിറം കറുപ്പ് തന്നെയാണ്. ഓർക്കുക, മരണം എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വർഷങ്ങളോളം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അച്ചടക്കമാണിത്. ഇതുപോലെയുള്ള അവസ്ഥ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ ചിലപ്പോൾ 50 or 100 വർഷങ്ങൾ ഇനിയും എടുക്കും. എങ്കിൽ പോലും മരണപ്പെട്ട ആളിനെയും ബന്ധുക്കളുടെയും സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ട ചില മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫി, വീഡിയോ എന്നിവ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് മരണപ്പെട്ട വീടുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതാം. മൊബൈൽ ഫോൺ ഒരു കാരണവശാലും സന്ദർശന സമയത്ത് ഉപയോഗിക്കാൻ അനുവദിച്ചുകൂടാ. മരിച്ച ആളിൻ്റെ ചിത്രം, വിവരങ്ങൾ തുടങ്ങിയവ ഒരു കാരണവശാലും സമൂഹ മാധ്യമങ്ങളിൽ ബന്ധുക്കളുടെ അനുവാദം കൂടാതെ ഇടാൻ അനുവദിക്കരുത്. സന്ദർശന സമയം കൃത്യമായി പൊതുജനങ്ങളെ അറിയിക്കുക. ഉദാഹരണത്തിന്, പൊതുസന്ദർശനം രാവിലെ 10 മുതൽ 12 മണി വരെ മാത്രം, ബാക്കിയുള്ള സമയം കുടുംബങ്ങൾക്ക് മാത്രമായുള്ളതാണ്. ദയവായി സ്വകാര്യത മാനിക്കുക എന്ന അറിയിപ്പ് കൊടുക്കുക. ക്യൂ പാലിച്ചേ മൃതദേഹം കാണാൻ അനുവദിക്കാവൂ. മൃതദേഹത്തിന്റെ അടുത്ത് 1 മിനിറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കരുത് എന്ന മാർഗനിർദ്ദേശവും കൊടുക്കാം. ന്യൂസ് ഡെസ്ക് കർമാസ്.